ഹായ് ഗായ്സ്, അഭിഷേകിയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നെനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. എങ്ങനെ പറയണമെന്ന് അറിയില്ല. വേറൊന്നുമല്ല, എൻ്റെ യൂട്യൂബ് ചാനൽ 35K അടിച്ചതിൻ്റെ സെലിബ്രേഷനാണ് ഇന്ന്. മച്ചാന്മാരെ, ഇന്ന് ഇവരെല്ലാവരും ഇവിടെ വന്നത് എൻ്റെ യൂട്യൂബിൻ്റെ ഒരു ചെറിയ സെലിബ്രേഷനായിട്ടാണ്. കാരണം ഞാൻ നാട്ടിൽ നിന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങി വരുമ്പം എനിക്ക് വെറും 800 ഫോളോവേഴ്സായിട്ടാണ് ഞാൻ UK വന്നത്. ഞാനിവിടെ വന്ന് എനിക്ക് ഈ 35K ആവാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഫ്രണ്ട് സർക്കിളാണ്. ഇവരില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നും എവിടെ എത്തൂലായിരുന്നു. ഞാൻ യൂട്യൂബിൽ വലിയ ആളായെന്നല്ല പറഞ്ഞവന്. പക്ഷേ ഇന്ന് എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഒരു ടാലൻറ്റോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു അംഗീകാരം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇവർ ഉള്ളതുകൊണ്ട് മാത്രമാണ്. എവിടെ എന്ത് കണ്ടാലും എന്നെ വിളിച്ചു പറയും, എന്നെ വിളിച്ചു കൊണ്ട് അവിടെ വീഡിയോ എടുപ്പിക്കും. കൂട്ടത്തിലൊരാൾക്ക് ജോലി കിട്ടിയ ബ്രോ, അബീസ് ബ്രോ ഇന്ന ആൾക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട്, നമുക്ക് അവിടെ പോയി ഇൻ്റർവ്യൂ ചെയ്യാം എന്ന് വേണ്ട എല്ലാ സപ്പോർട്ടും. ഇവരില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ അബീസ് UK ചാനൽ എന്ന് പറയുന്നത് ഒരു വട്ടപ്പൂജയാണ്. ഇന്ന് ഈ ചാനൽ കൊണ്ട് ആർക്കൊക്കെയോ ഗുണം കിട്ടിയിട്ടുണ്ട്. എല്ലാം കേൾക്കുമ്പോഴും കാണുമ്പോഴും ഭയങ്കര സന്തോഷമുണ്ട്. ചാമര NHSൻ്റെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേർക്ക്, ഒരു 13 പേരെണ്ണി പറയാൻ പാകത്തിന് എനിക്ക് ഈ ചാനൽ തുടങ്ങിയില്ലായിരുന്നെങ്കിൽ എനിക്കങ്ങനെ ആരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇത്രയും ജീവിതത്തിൻ്റെ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് എനിക്കാരും ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് തന്നിട്ടില്ല. അല്ലെങ്കിൽ ഗിഫ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ തന്നെ എന്നെ അറിയാവുന്ന ആൾ, എൻ്റെ വൈഫ്, അല്ലെങ്കിൽ എൻ്റെ കൂടെപ്പിറപ്പ്, എൻ്റെ ഫ്രണ്ട്സ്. പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഡ്രോയിങ് എന്ന് പറയണത് എൻ്റെ ഒരു വെയർ ഹൗസിൻ്റെ വീഡിയോ കണ്ടിട്ട് അത് അവനക്ക് ജോലി കിട്ടാനുള്ള പ്രചോദനമായെന്ന് പറഞ്ഞ് അവൻ വരച്ച് അവൻ്റെ പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് അത് ഇന്ന് ഈ വീഡിയോ ഇടുമ്പോഴും ഞാൻ ആ ആളെ നേരിട്ട് കണ്ടിട്ടില്ല. ആ ആളെ ഫോണിലൂടെ മാത്രമാണ് പരിചയമുള്ളൂ. അപ്പം അത്രത്തോളം എൻ്റെ ഒരു വീഡിയോ ഒരാളെ ഇൻഫ്ലുവൻസൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് വളരെ എന്താ പറയുക, ഒരു പ്രൗഡ് മൂമെൻ്റാണ് അതെനിക്ക്, എന്നെ സംബന്ധിച്ചോളം. മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ ഇപ്പോൾ NHS വീഡിയോ ചെയ്തിട്ട് എൻ്റെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഞാൻ NHS കയറുമ്പം ഞാൻ, ജിതിന, അരുണും 3 പേരുള്ളൂ. ഞങ്ങളത് 13 പേര് പല ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട്. അപ്പം സത്യം പറഞ്ഞാൽ ഇപ്പോഴും NHSൻ്റെ ഇൻ്റർവ്യൂ കിട്ടുമ്പോൾ പലരും എന്നെ വിളിക്കാറുണ്ട്. എന്നെ കൊണ്ട് പറ്റണ രീതിയിൽ എല്ലാവരെയും ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. കാര്യം ഞാൻ ഇതിനു മുമ്പും ഗൾഫിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ജോലി ചെയ്ത കാശ് എൻ്റെ കാശൊന്നും എൻ്റെ ജോലിയും കൊണ്ട് ആർക്കും ഒരു ഗുണം കിട്ടിയിട്ടില്ല. പക്ഷേ എൻ്റെ യൂട്യൂബ് ചാനൽ കൊണ്ട് കുറച്ച് പേർക്ക് ഈ ഗുണം കിട്ടുന്നുണ്ടെന്ന് പലപ്പോഴായിട്ട് ഞാൻ കേൾക്കുമ്പോൾ അത് തന്നെയാണ് ഈ ചാനൽ എന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്ന ഇന്ധനം. അപ്പം ഈ ചാനൽ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണമാണ് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് മാറ്റേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ പോരായ്മകളോ അല്ലെങ്കിൽ എൻ്റെ നല്ല സൈഡോ നിങ്ങളൊരു കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ ഇനിയും എനിക്ക് നല്ല രീതിയിൽ വീഡിയോ ഇടാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പൊ സ്റ്റോറി ഇടാണെങ്കിൽ അച്ഛനെയാണെങ്കിലും വിളിച്ച് ഇങ്ങനെയാണ് സ്റ്റോറിയാണ്, ഇങ്ങനെയാണ് അങ്ങനെ ഒത്തിരി പേര്. എന്നാലും എന്താണേലും പുറത്ത് സൈഡിൽ കൂടെ ഞാൻ അയച്ചിരുന്ന ലൊക്കേഷൻ അങ്ങോട്ട് പോകാം. ആ സൊല്യൂഷൻ പുറത്തിറങ്ങി അത് തന്നെ ഇടവഴി അകത്തേക്ക് പോകട്ടെ. ഇല്ല, കുറച്ച് മതി. എല്ലാം വന്ന് കയറിയ പയ്യൻ്റെ ഐശ്വര്യം. നമ്മുടെ യൂട്യൂബിന്റെ കേക്കാണ് നമ്മൾ ആദ്യം ഡിസൈൻ ചെയ്തത്. പിന്നെ നമ്മുടെ വൈഫ് ആകെ തളർന്നു. ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞതും ഇരിക്കുന്ന മുതല് നിമിഷം നേരം കൊണ്ടാണ് കേൾക്കൊണ്ടായിരുന്നു. എനിക്കൊന്നും 1 മണിക്കൂർ എടുത്തിട്ടില്ല.